2015 ഹിറ്റായ ഇതിഹാസയുടെ ഡയറക്ടറായ ബിനു എസ് ഡയറക്ട് ചെയ്ത ഫിലിമാണ് സ്റ്റൈൽ. ഉണ്ണി മുകുന്ദനാണ് ഇതിലെ ലീഡ് റോൾ ചെയ്യുന്നത്. KL 10 ശേഷം ഉണ്ണി മുകുന്ദന്റെ റിലീസാവുന്ന മറ്റൊരു ചിത്രം കൂടെയാണ് സ്റ്റൈൽ. ഈ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഡൊമിനിക് അരുണും അനിൽ നാരായണനും ചേർന്നാണ്. രാജേഷ് അഗസ്റ്റിനാണ് ഈ ഫിലിം ഫിനാൻസ് ചെയ്തിരിക്കുന്നത്. ലാൽ ജോസ് ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ടോം എന്ന ക്യാരക്ടറിനെയാണ് ഉണ്ണി മുകുന്ദൻ അവതരിപ്പിക്കുന്നത്. ഒരു കാർ മെക്കാനിക് ആയിട്ടാണ് ടോം എത്തുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഇളയ സഹോദരനെയും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് ടോമിൻ്റേത്. ടോമിന്റെ അനിയന്റെ പേരാണ് ജെറി. ടോം ദിയ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കാണുകയും അവളുമായിട്ട് പ്രണയത്തിലാകുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു പാരലൽ പ്ലോട്ട് കൂടെ ഈ സിനിമയിലുണ്ട്. എഡ്ഗർ എന്ന കഥാപാത്രത്തിന്റെയാണ് ഈ പാരലൽ പ്ലോട്ട്. ടൊവിനോ തോമസ് ആണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു സൈക്കോ ടൈപ്പ് ക്യാരക്ടറായ എഡ്ഗർ ടോമിന്റെയും ദിയയുടെയും ലൈഫിലേക്ക് വരികയും അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് സ്റ്റൈൽ എന്ന സിനിമയുടെ പ്ലോട്ട്. മച്ചാനെ എഡ്ഗറിനറിയോ? ഏത് എഡ്ഗർ? കർത്താവേ, എഡ്ഗറിനറിയാൻ പാടുന്നു. സൈക്കോണോമാൻ. ബിനു എസിന്റെ ആദ്യത്തെ ഫിലിമായ ഇതിഹാസ ഒരു ഫാന്റസി ഫിക്ഷൻ ആയിരുന്നെങ്കിൽ ഇത്തവണ ബിനു എസ് എത്തിയിരിക്കുന്നത് ഒരു ആക്ഷൻ ത്രില്ലറുമായിട്ടാണ്. ഒരുപാട് സ്റ്റൈലിഷ് ആക്ഷനും റൊമാൻസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഫിലിമാണ് സ്റ്റൈൽ. ഇതിനുമൊക്കെയും അപ്പുറം ഹ്യൂമർ പാട്ട് കൂടെ ഉണ്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാനായിട്ട്. ഉണ്ണി മുകുന്ദൻ തന്റെ സ്റ്റൈലിഷ് അപ്പിയറൻസും ഫൈറ്റ് സീക്വൻസും ഒക്കെ കൊണ്ട് അഭിനന്ദനങ്ങൾ നേടിയെങ്കിൽ ടൊവിനോ തോമസ് തന്റെ ഫാബുലസ് സ്ക്രീൻ പ്രസൻസും കൂൾ ആറ്റിറ്റ്യൂഡും കൊണ്ടാണ് അപ്ലോസ് നേടിയിരിക്കുന്നത്. DOP ആയ സിനോജ് അയ്യപ്പന്റെ ഫ്രെയിംസ് വളരെ ഗുഡ് ലുക്കിംഗ് തന്നെയാണ് എന്ന് വേണം പറയാനായിട്ട്. ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകൾ അത്രയ്ക്ക് പോരാ, ഇറ്റ്സ് ജസ്റ്റ് ആവറേജ്. എന്നാൽ രാഹുൽ രാജിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് വെരി ഇംപ്രസീവ്. എന്തായാലും ബിനു എസ് ഈ കഥ വളരെ ഭംഗിയായിട്ട് തന്നെ നെറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ എന്ന ഈ ഫിലിമിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. എന്നിരുന്നാലും ഒരു ഡീസന്റ് മാസ് എന്റർടൈനർ ആണ് ഈ ഫിലിം.